ഓം ഗംഗണപതേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ചതുർത്ഥി വ്രതം എങ്ങനെ എടുക്കാമെന്നും ചതുർത്ഥി ദിവസം ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഏതെന്നും പൂജാ മുഹൂർത്തം, പിന്നെ പൂജാ നിവേദ്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ എൻഡ് വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. ഗണേശ് ചതുർത്ഥി ദിനത്തിൽ പാർവതി ദേവിയുടെയും ശിവഭഗവാന്റെയും പുത്രനായ ഗണേഷ് ജനിച്ചുവെന്നാണ് വിശ്വാസം. സർവവിഘ്ന നിവാരണവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന വ്രതമാണ് വിനായക ചതുർത്ഥി വ്രതം. കേതുദശയുടെ ദുരിതങ്ങൾ അകറ്റുന്നതിന് ചതുർത്ഥി നാളുകൾ തോറും ഗണപതി ഹോമം നടത്തുന്നതും വളരെ ഉത്തമം തന്നെയാണ്. ചതുർത്ഥി ദിവസം, അതായത് സെപ്റ്റംബർ 7-ാം തീയതി രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങൾ നടത്തിയ ശേഷം നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ്. ചതുർത്ഥി നാളിൽ കുളിച്ചതിന് ശേഷം റെഡ് കളറോ യെല്ലോ കളറോ ഉള്ള ഡ്രസ്സ് ഇടുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പം ദിവസം മുഴുവൻ ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക. ഗണപതി മന്ത്രങ്ങൾ ഞാൻ ലാസ്റ്റ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻഡ് വരെ എല്ലാവരും ഇരിക്കണം. ഗണപതി മന്ത്രങ്ങൾ ജപിച്ച് ആരതി ചെയ്ത് പിന്നെ പ്രസാദം വിതരണം ചെയ്യാം രാവിലെയും. രാവിലെ അങ്ങനെ ചെയ്തതിന് ശേഷം വൈകുന്നേരം വീണ്ടും ഗണപതിയുടെ ആരതി നടത്തി നിവേദ്യം സമർപ്പിക്കുക. ഇതിന് ശേഷം പാരണ ചെയ്യാവുന്നതാണ്. അത് വ്രതം എടുക്കേണ്ടത് ശനിയാഴ്ചയാണ്. അപ്പോൾ സെപ്റ്റംബർ 7-ാം തീയതി ശനിയാഴ്ചയാണ് നിങ്ങൾ വ്രതം എടുക്കേണ്ടത്. അപ്പോൾ പകൽ മുഴുവൻ നിരാഹാരം അനുഷ്ഠിച്ച് ഗണേശ കീർത്തനങ്ങൾ ജപിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പാരണ വൈകിട്ടും വീണ്ടും നിങ്ങൾക്ക് ആരതി നടത്തിയതിന് ശേഷം നിവേദ്യം അർപ്പിച്ച് നിങ്ങൾക്ക് പാരണ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിവേദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോദകം, ഉണ്ണിയപ്പം തുടങ്ങിയ നിവേദ്യങ്ങൾ നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ്. മോദകം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കോഴിക്കോട്ട പോലെയുള്ള സാധനം. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി അന്ന് ഗണപതി ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം നെയ് വിളക്ക് സമർപ്പിക്കുവാൻ മറക്കരുത്. അഷ്ടമി ദിവസം, അതായത് 7-ാം തീയതി ശനിയാഴ്ച പൂജ ചെയ്യേണ്ട ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ 11:10 മുതൽ 1:39 വരെയാണ്. അപ്പോൾ ഈ ശുഭമുഹൂർത്തം എല്ലാവരും തെറ്റിക്കാതെ പൂജ ചെയ്യുവാൻ നോക്കണം. അപ്പം പൂജ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന കൂട്ടുള്ള ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് പകൽ മുഴുവൻ ജപിക്കാവുന്നതാണ്. ഓം ഗം ഗണപതിയെ നമോ നമഃ, ഓം ശ്രീ സിദ്ധി വിനായക നമോ നമഃ, അഷ്ടവിനായക നമോ നമഃ, ഗണപതി ബപ്പ മോരിയ. അപ്പോൾ ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് അന്നത്തെ ദിവസം പകൽ എപ്പോഴാണേലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അങ്ങനെ ഈ മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഭഗവാനെ നിവേദ്യങ്ങളൊക്കെ അർപ്പിച്ച് ആരതിയെല്ലാം ചെയ്ത് അതുപോലെ തന്നെ നിവേദ്യം എന്നിട്ട് പ്രസാദം നിങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വൈകിട്ടും മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആരതി ഒഴിഞ്ഞ് നിവേദ്യങ്ങളൊക്കെ അർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രസാദം വിതരണം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. പിന്നെ ചതുർത്ഥി ദിവസം ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് പാലിക്കണം. ഇപ്പോൾ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിക്കരുത് എന്നാണ് വിശ്വാസം. അന്ന് ചന്ദ്രനെ കണ്ടാൽ അപമാനം, ദുഷ്കീർത്തി, അതിയായവ ഫലമാണ്. മുൻകാലങ്ങളിൽ ഈ ദിവസം സന്ധ്യയായാൽ ആളുകൾ വീടിന് പുറത്ത് ഇറങ്ങുകയുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് പഞ്ചമി ദിവസം എഴുന്നേറ്റ് അന്ന് നിങ്ങൾക്ക് ചന്ദ്രനെ ദർശിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും വിനായക ചതുർത്ഥി